രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. രേണുസുധിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, കടക്ക് പുറത്ത് എന്ന് പറയില്ല. അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം നിങ്ങളുടെ മാന്യമായുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരിക. പിന്നെ ഒരു ഡിസ്ക്ലൈമർ കൂടി, രേണുസുധിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണാൻ ഇരിക്കണ്ട കേട്ടോ. ഇപ്പം തന്നെ സ്കിപ്പ് അടിച്ചു പോവുക. പിന്നെ കുട്ടികൾ ആരെങ്കിലും അടുത്തിരിപ്പുണ്ടെങ്കിൽ കുട്ടികളെ ഒന്ന് മാറ്റിയിരുത്തുക. പബ്ലിക്കായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം കോണ്ടന്റ് രേണുസുധി ആയതുകൊണ്ട്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രേണുസുധി അവരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇന്നലെ തൊട്ട് ഈ രേണുസുധി അവരുടെ സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന കുറച്ച് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കിടന്നിങ്ങനെ കറങ്ങുന്നുണ്ട്. ഞാനും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ കണ്ടു. പക്ഷേ റിയാക്ട് ചെയ്യണ്ട എന്ന് നേരത്തെ തീരുമാനിച്ചതായിരുന്നു, ഇന്നലെ തീരുമാനിച്ചതായിരുന്നു. അതിനുള്ള പ്രധാന കാരണം അവരവരുടെ സബ്സ്ക്രിപ്ഷൻ, അവരുടെ പേഴ്സണൽ സ്പേസിൽ കാശ് കൊടുത്ത് ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന വീഡിയോകളാണ്. അതെങ്ങനെ പുറത്തെടുത്ത് ഇങ്ങനെ പബ്ലിക്കാക്കി ഒരുപാട് ഇങ്ങനെ തള്ളി നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ അവരതിനകത്ത് കാണിക്കുന്ന പരിപാടികൾ അതിനോട് യോജിക്കാനും പറ്റത്തില്ല കേട്ടോ, അത് വേറൊരു കാര്യം. പിന്നെ അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. അവരുടെ പേഴ്സണൽ സ്പേസ് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കട്ടെ. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ അതിനേക്കാട്ടിലും വലിയൊരു തെറ്റാണ് അവരവരുടെ പേഴ്സണൽ സ്പേസിൽ കാണിക്കുന്ന കാര്യങ്ങൾ അവിടുന്ന് മോട്ടിച്ചുകൊണ്ട് വന്ന് പബ്ലിക് സ്പേസിലേക്ക്, പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിനേക്കാട്ടിലും ചെറ്റത്തരം നിറഞ്ഞൊരു പരിപാടിയാണ്. അതാരാണ് ചെയ്യുന്നതെങ്കിലും ചെയ്യുന്നത് മോനെ ശരിയല്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. അവർ ചെയ്യുന്നതും ശരിയല്ല, അവരെ ന്യായീകരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. പക്ഷെ അതുപോലെ തന്നെ വലിയൊരു തെണ്ടിത്തരമാണ് അവർ കാണിക്കുന്ന ആ സാധനം. അതും ഒളിച്ചും പാത്തും കുറച്ചു പേർക്ക് മാത്രം, ഈ കാശ് കൊടുത്ത് ചെല്ലുന്നവർക്ക് മാത്രം കാണിച്ചു കൊടുക്കുന്ന പരിപാടി എടുത്ത് പുറത്തേക്ക് ഇടുന്നത്. അതും ഈ കാണാൻ ചെല്ലുന്നവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതെടുത്ത് പുറത്തിടുന്നത്. അത് ശരിയല്ല. ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റത്തില്ലേ ഏതവനാണ് ചെയ്യുന്നതെങ്കിലും കേട്ടോ, അത്രേ പറയാനുള്ളൂ. എന്താണെങ്കിലും ആ വീഡിയോയിലേക്കൊക്കെ പോകാം. ഞാനത് ഒരുപാട് ഇപ്പം ഇങ്ങനെ കിടന്ന് പബ്ലിക്കിൽ കറങ്ങുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഉൾപ്പെടുത്തും. ഇല്ലെങ്കിൽ അത് ഉൾപ്പെടുത്തണ്ട എന്നായിരുന്നു എൻ്റെ ഒരു മനോഭാവം. ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. കാരണം അവരുടെ പേഴ്സണൽ സ്പേസിലെ സാധനങ്ങൾ. പക്ഷേ അത് ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. കാരണം കാണിക്കുന്നതും അത്ര നല്ല കാര്യമൊന്നും അല്ല രേണു ചേച്ചി. അതുകൊണ്ട് മാത്രം ഞാൻ എടുക്കുകയാണ്, ഒന്ന് കാണിക്കാൻ വേണ്ടി കുറച്ച്. പക്ഷെ അതിനു മുമ്പ് ഇന്ന് രാവിലെ രേണുസുധി വന്നിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. രേണുസുധിയാണ്. രേണുസുധിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്തു വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. സബിനകത്ത് ലൈവ് പോയതല്ല, ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്, മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട്, അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏത് നാറിയാണേലും, എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എൻ്റെ ചുണ്ട് നിങ്ങൾ നോക്ക്, ഇത് കണ്ട, ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്, നിങ്ങളെന്ത് ഇങ്ങനെ കാണിച്ചു തന്നത്, മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റത്തില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ രേണുസുധി പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ രേണുസുധിയുടെ ലൈവില്, സബ്സ്ക്രിപ്ഷനിൽ വരുന്ന ലൈവിലോ വോട്ടെവർ, അത് കുറെ ആളുകൾക്ക് ആസ്വദിക്കാനുള്ളതാണെന്ന് രേണുസുധിക്ക് അറിയാം. മനസ്സിലായില്ലേ? ഏത് തരത്തിലുള്ള ആസ്വാദനമാണ് രേണുസുധി ഈ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഏത് തരത്തിലുള്ള ആസ്വാദനം? സ്ത്രീകൾക്ക് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ലല്ലോ. ഈ പുരുഷന്മാര് അവരാണെങ്കിൽ പോലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനിൽ പൈസ കൊടുത്ത് വന്ന് എന്ത് കാണാനാടേ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, എന്ത് കാണാനാ? എൻ്റെ പൊന്ന് രേണുസുധി, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടുന്നതെന്ന്, ഇല്ലേ? അവർ തന്നെ പറയുന്നുണ്ട്, ആരൊക്കെയോ വന്ന് ആസ്വദിച്ചതിന് ശേഷം അതെടുത്ത് പുറത്തേക്ക് വിടുന്നു എന്ന്. രേണു പറഞ്ഞ രണ്ടാമത്തെ കാര്യം തെണ്ടിത്തരം തന്നെയാണ്. ഏതവനാണെങ്കിലും ആസ്വദിക്കാനായിരിക്കത്തില്ല, അത് അവിടുന്ന് കുത്തിപ്പൊക്കിയെടുത്ത് വെളിയിലേക്ക് ഇടാനുള്ളൊരു മെൻറ്റാലിറ്റി വെച്ചിട്ടായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത്.
അല്ലാതെ ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആരാണെങ്കിലും ഇത് ചെയ്യുന്നത്. പക്ഷേ ആ ചെയ്യുന്ന പ്രവൃത്തി അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം അവരുടെ പേഴ്സണൽ സ്പേസിലാണോ അവർ കാണിക്കുന്നത്. അവരിപ്പം സോഷ്യൽ മീഡിയ, ഇപ്പം യൂട്യൂബ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ശരി, പബ്ലിക്കായിട്ട് നമ്മളെ എല്ലാം കാണിക്കുന്ന രീതിയിൽ അവരൊരു ലൈവ് പല സാധനങ്ങളും കാണിച്ചുകൊണ്ട് അവർ ചെയ്യുകയാണെങ്കിൽ അത് എടുത്ത് വെച്ച് നമുക്ക് ആട്ടാം, ഒരു കുഴപ്പമില്ല. നമുക്ക് റിയാക്ട് ചെയ്യാം, നല്ല രീതിയിൽ വിമർശിക്കാം അവരെ, കുഴപ്പമില്ല. പക്ഷേ ഇതവരുടെ പേഴ്സണൽ സ്പേസിലാണ്. അത് അവിടുന്ന് നമ്മൾ പിക്ക് ചെയ്തെടുത്ത് നമ്മൾ പബ്ലിക് സ്പേസിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ. അത് ആര് ചെയ്താലും കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നതാണ്, മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പം അതുകൊണ്ടാണല്ലോ ഞാനും ഇതൊരു കണ്ടന്റ് ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ മെയിൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും ഒരു മെയിൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന ഈ വീഡിയോ ആണ്, അല്ലാതെ രേണുസുതി കാണിക്കുന്ന വീഡിയോകളല്ല. അതും കാണിച്ചേ പറ്റുള്ളൂ, കാരണം അത്യാവശ്യം പേഴ്സണൽ സ്പേസിൽ കറങ്ങി നടക്കുന്നുണ്ട്. എനിക്കും വീഡിയോയ്ക്ക് ലെങ്ത് വേണം, അതുകൊണ്ട് മാത്രം ഉള്ളത് ഞാൻ ഉള്ളതുപോലെ നിങ്ങളോട് പറയുക. ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പം ഇറിറ്റേഷൻ തോന്നും, ചില ആളുകൾക്ക് അറ്റ്ലീസ്റ്റ് അയ്യോ അവനുള്ള കാര്യം പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ കാണും. അങ്ങനെയുള്ളവർ മതി, രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർ അങ്ങനെ ചിന്തിച്ചോട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഉള്ള കാര്യം പറയണമല്ലോ, എനിക്കും വീഡിയോയ്ക്ക് ലെങ്ത് വേണം, അതുകൊണ്ട് മാത്രം. പിന്നെ ഈ സാധനം കിടന്ന് കറങ്ങിയിടേ, ഓൾറെഡി ഇന്നലെ തൊട്ട് ഞാൻ നോക്കുമ്പോൾ പലയിടത്തും ഇതിങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്, പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കിടന്ന് കറങ്ങുന്നു. എന്തിൻ്റെ ആവശ്യം? അവര് കാശുണ്ടാക്കട്ടെ, നമുക്കും കാശ് വേണം. ഈ സാധനം ലീക്ക് ചെയ്ത് പുറത്തേക്ക് ഇട്ടവൻ അവനും കാശ് വേണം. പക്ഷെ ഇത് ലീക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോടാ കുട്ടാ, അല്ലെങ്കിൽ കുട്ടി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എടുത്ത് പുറത്തേക്ക് ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാ അത് ചെയ്യുന്നത്? അവർ ഈ പറയുന്നത് പോലെ നീ ആസ്വദിക്കാൻ കയറിയിട്ട് അവിടുന്ന് എടുത്ത് ആസ്വാദനം കഴിഞ്ഞപ്പോൾ എടുത്ത് പുറത്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കങ്ങനെ ആസ്വദിക്കാനും മാത്രമൊക്കെ ഞാൻ ഇവിടെ 1-2 വീഡിയോകൾ കാണിച്ചു തരാമേ. ഇല്ല, വോയിസ് ഒന്നും വേണ്ടെന്ന് തോന്നുന്നല്ലേ, വോയിസ് വേണ്ട, ഞാൻ സംസാരിക്കാം കേട്ടോ. ഇത് ലൈവാണോ എന്താണോ എനിക്കറിയത്തില്ല. ഞാൻ ഇവരുടെ ഈ ലേഡിയുടെ സബ്സ്ക്രൈബറോ ഒന്നും അല്ല. പക്ഷേ രേണുസുതി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷനിൽ എങ്ങാണ്ട് കിടക്കുന്ന വീഡിയോകളാണ് കണ്ടോ. കാലിൽ മറ്റേ എന്തോ തേച്ച് കൊടുക്കുന്നു, ഇതൊക്കെയാണ് ഇവരിങ്ങനെ കാണിച്ച് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ആസ്വാദനമാണ് രേണു പറഞ്ഞ കണക്ക് നാട്ടുകാർക്ക് കിട്ടുന്നത്, എനിക്ക് പിടികിട്ടുന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആസ്വദിക്കാൻ തോന്നുന്നുണ്ട്? അടുത്ത എന്തോ ഒരു സാധനം, ഇതൊക്കെ രേണു എന്താ രേണു പറയുന്നത്? ഇത്രയും രേണു തന്നെ അങ്ങോട്ട് എഴുതി ഉറപ്പിച്ച് അങ്ങ് തള്ളുവാണോ? ഇവിടെ കേരളത്തിൽ ഇത്രയും അങ്ങോട്ട് ലൈംഗിക ദാരിദ്ര്യം അല്ല, ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് വേറെ കാര്യം. പക്ഷെ രേണുസുതിയുടെ കണ്ട് ആ ദാരിദ്ര്യം തീർക്കാനുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് പിടി കിട്ടുന്നേ ഇല്ല. കണ്ടോ, ഇങ്ങനെയുള്ള കുറേ വീഡിയോകൾ ഇവർ ഈ സബ്സ്ക്രിപ്ഷനിലാന്ന് തോന്നുന്നു. ഇത് നോർമൽ അക്കൗണ്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളോ ഇനി ഇതല്ലാതെ വേറെ വീഡിയോസ് ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, കുറേ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മാത്രമേ പിക്ക് ചെയ്തുള്ളൂ കേട്ടോ. എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കറങ്ങുന്നുണ്ടല്ലോ, 1-2 അയച്ചു തരാൻ പറഞ്ഞിട്ട് അത് ഞാൻ എടുത്തതാണ്. കൂടുതൽ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല, പ്രത്യേകിച്ച് അവർ പറഞ്ഞ പോലെ അവരുടെ പേഴ്സണൽ സ്പേസിൽ. ഞാനും അതിനെ വിമർശിക്കുന്ന ഒരാളാണ്, സീരിയസ്ലി അത് വിമർശിച്ചേ പറ്റുള്ളൂ. അവരുടെ പേഴ്സണൽ സ്പേസിൽ ഇൻസ്റ്റഗ്രാമിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി പബ്ലിക്കായിട്ട് അവർ ഇടുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആദ്യമേ ഞാൻ മുന്നോട്ട് വന്ന് 2 വർത്താനം പറഞ്ഞേനെ, പിടി കിട്ടിയോ? അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഇവർ ലൈവ് പോയി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് അവരുടെ പേഴ്സണൽ സ്പേസാണ്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ തോന്നിയ മാസത്തിൻ്റെ അങ്ങേ അറ്റോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രേണുസുതി മാത്രമല്ല, പലരും. ഓക്കെ, പലരുടെയും സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് പല വൃത്തികളുമാണ് നടക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കുറച്ച് ആളുകളുണ്ട്, മനസ്സിലായോ? അവിടെയാണ് ഇപ്പോൾ ഒരു ക്രിക്കറ്റ് നടക്കുമ്പോൾ ഒരു സ്റ്റേഡിയത്തിനകത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന കുറേ ആളുകളുണ്ട്, ഇല്ലേ? അതുപോലെ കാണാൻ കയറിയിരിക്കുന്നവരാ. ഓക്കെ, പക്ഷെ സ്റ്റേഡിയത്തിനകത്തെ ക്രിക്കറ്റ് നമുക്ക് മറ്റേ നമ്മളെയും കൂടെ കാണിച്ചു തരും. ഇവിടെ അത് കാണിക്കുന്നില്ല, ഇവിടെ അത് ലീഗലി കാണിക്കാൻ പറ്റത്തില്ല, പിടി കിട്ടിയോ? പിന്നെ ഈ കാണാൻ ചെന്ന് ഇരിക്കുന്നവർ അവിടെ നിന്ന് ഇങ്ങനെ മോട്ടിച്ചിട്ട് പുറത്തേക്ക് എറിയുന്നതാ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യോജിക്കാൻ പറ്റുന്നില്ല, ഒരു രീതിയിലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതിനോടും രേണുസുതിയുടെ ഈ കാണിക്കലുണ്ടല്ലോ, ഇതിനോടും യോജിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് വേറൊരു കാര്യം, അതും കൂടെ സത്യസന്ധമായിട്ട് പറയണമല്ലോ. ഇതിനോടും യോജിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. യോജിക്കുന്നവർ യോജിച്ചോ, കാരണം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പരിപാടി തുടങ്ങിയിട്ട് അതിനകത്ത് ഈ വേറെ എന്തൊക്കെ ചെയ്യാം, നല്ല നല്ല കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, വല്ല ഷോർട്ട് സ്റ്റോറികളോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, അതപ്പോൾ ആൾക്കാർ കാണാൻ കയറട്ടെ. അതല്ലേ ഒരു അത്രയും കഴിവുണ്ടെങ്കിൽ അതല്ലേ ചെയ്യണ്ടേ? ഇല്ലെങ്കിൽ അഭിനയിച്ച് അങ്ങോട്ട് തെളിയിക്കുക. വലിയ അഭിനേത്രിയാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങളുടെ അഭിനയം മൊത്തം അതിനകത്ത് കാണിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിനയം കാണാൻ ആഗ്രഹിച്ച ആൾക്കാർ വന്ന്, അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ ആളുകൾ വന്ന് കയറട്ടെ കാശും കൊടുത്ത്. അല്ല, അതാണല്ലോ വേണ്ടത്. അപ്പം അതൊന്നും നടക്കത്തില്ലെന്ന് അറിയാം. കാലയിൽ ഇങ്ങനെ
തേക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരൊക്കെയോ കുറച്ച് പേര് വന്ന് കയറും. അല്ല, എനിക്കെന്നാലും ഇത് കയറുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എടാ, ഇതൊക്കെ കണ്ടിട്ട് എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് എന്ത് കിട്ടാനാ? നീ ഇപ്പം വിട്ടേക്കുക, ടോപ്പിക്ക് നമുക്ക് മാറ്റി വെക്കാം. ചെയ്യുന്നവർ ഇത് പോയി കണ്ടോ, കണ്ടന്റിന് വേണ്ടി അത് പിക്ക് ചെയ്ത് സമൂഹത്തിലേക്ക് ഇട്ട് കൊടുക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് എന്നോട് യോജിക്കാൻ തീരെ താല്പര്യമില്ല. എന്താണെങ്കിലും ഇന്നലെ ഈ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ക്രിക്കറ്റ് കളിയോ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രേണു ശാരികയൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഇവരോട്, ശാരിക അറിയാലോ അല്ലേ, മറ്റേ റിയാലിറ്റി മേക്കർ, എന്താണെങ്കിലും ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരോടൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. എനിക്ക് ബിഗ് ബോസിന് മുമ്പ് രേണുവിനെ അറിയാം. രേണുവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഹാർഡ് വർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരു വുമണാണ്. അവർ എന്താ പറയുന്നത്, അവരാരുടെയും പുറകെ കടം ചോദിച്ചോ അല്ലെങ്കിൽ ആരുടെ പുറകെ ജോലി ചോദിച്ചോ ചെല്ലുന്നില്ല. അവർ അന്തസ്സായിട്ട് അവർ പണിയെടുത്ത് ജീവിക്കാൻ, നേരത്തെ പറഞ്ഞിട്ട് അവർ അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരെന്തിനാണ് പുറകെയാണെന്ന് ശല്യപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ആണ്, പക്ഷെ എന്ന് വെച്ചിട്ട് ഒരാളുടെ ജീവിതം ഇങ്ങനെ അവർ ജീവനോടെ ഇരിക്കുന്നില്ല ഇപ്പോഴും. എന്തൊക്കെയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എന്താണ് ഇതിനൊന്നും പ്രതികരിക്കാത്തത്? എന്തൊക്കെയാണ് അവരെ കുറിച്ച് പറയുന്നത്? അത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്, അല്ലാതെ ഞാൻ അവരെ വെച്ച് കണ്ടന്റ് ചെയ്യാറില്ല. ചൂടാവത്തില്ലേ? ഹോട്ട് സീറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടാവേണ്ട ഒരു സീറ്റ് തന്നെയാണ് ഹോട്ട് സീറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർമിഷനോടുകൂടെയാണ് നമ്മൾ അതിനകത്ത് ഇരുത്തുന്നത്, അല്ലാതെ അവരുടെ പെർമിഷൻ ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്നൊരു സാധനമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് കാര്യങ്ങൾ ഇടപെടുമ്പോൾ അവരുടെ പെർമിഷൻ എടുക്കണം. ഇപ്പം ഷഫീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കൊന്നും പറയാനില്ല. സറിഗ മാഡം, നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം നിങ്ങൾ എന്താണെന്ന് പൊതുജനത്തിനെ പണ്ടേ മനസ്സിലായി കഴിഞ്ഞതാ. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തും വിളിച്ചങ്ങ് പറയാം, വേറെ ആർക്കും ഒന്നും പറയാൻ പാടില്ല. ആ ഒരു മെന്റാലിറ്റി ഉള്ളൊരു വുമണാണ് ഈ ശാരിക എന്ന് പറയുന്നത്. അത് നേരത്തെ ഹോട്ട് സീറ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലൊക്കെ വിളിച്ചിരുത്തി അവർക്ക് അങ്ങ് അവരാധിക്കാം, ഒരു കുഴപ്പവും ഇല്ല. എന്നിട്ട് ഞാൻ നേരത്തെ പെർമിഷൻ മേടിച്ചതാ എന്നങ്ങ് പറയാം. അന്തസ്സായിട്ട് ജീവിക്കുന്നല്ലേ രേണുസുതി. കാലയിൽ മറ്റേ എണ്ണ തേച്ച് മറ്റേ കുഴമ്പും ഒക്കെ തേച്ച് അത് വീഡിയോ എടുത്ത് സബ്സ്ക്രിപ്ഷൻ കാണിച്ച് അന്തസ്സായിട്ട്. കൂടുതലൊന്നും പറയാനില്ല. വേറെ പല കഥകൾ ഇവിടെ കേട്ടിട്ടുണ്ട്, തെളിവുകളൊന്നും നമ്മുടെ ഇല്ല. അതുകൊണ്ട് നമ്മളാരും ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. ദുബായ് കഥകളൊക്കെ 14 ദിവസം പ്രൊമോഷൻ. അടുത്ത ഒരു വീഡിയോ കാണാം. ചേച്ചിയുടെ ചാറ്റാന്ന് പറഞ്ഞിട്ടൊരു ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചേച്ചി അതിനൊരു പ്രതികരണം പറഞ്ഞിട്ട് അത് ആയിരിക്കും, അല്ലെങ്കിൽ ഞാനത് ഓർക്കുന്ന പോലുമില്ല. പക്ഷെ അതുപോലും പലരും വളച്ചൊടിച്ച് ചേച്ചിക്ക് നെഗറ്റീവ് ആക്കുന്നു. ഈ പ്രത്യേകിച്ച് ഷെഫീന എന്ന് പറയുന്നത് ലൈംഗിക ചുവ എവിടെയാണ്? പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. അതിപ്പോ ട്രോളായി കേട്ടോ. പ്ലീസ് കോൺടാക്ട് മൈ മാനേജർ. ചായ കുടിക്കാൻ പോകണം. അതെ, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ ഇപ്പൊ ചായ കുടിക്കണമെങ്കിൽ ഞാൻ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറയാം. എന്താ പ്രശ്നം? അതുപോലെ ചേച്ചിയുടെ മാനേജർ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അയാൾ ഭയങ്കര മോശമായിട്ടുള്ള സ്ത്രീയാണ്. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പറയുന്നവളാണ് മോശം. എൻ്റെ കരിഷ്മ, എൻ്റെ മാനേജർ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് അവർ. സെലിബ്രിറ്റി ആണെന്ന് സ്വയമേ പറയുന്നുണ്ട്, സ്വയം പൊങ്ങി ചേച്ചി. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഏത് സെലിബ്രിറ്റിയാണ് ചേച്ചി ചായ കുടിക്കാൻ മെസ്സേജ് അയക്കുക? ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിക്ക് മെസ്സേജ് അയക്കുക, ചേച്ചി ചായ കുടിക്കാൻ പോയാലോ, കോണ്ടാക്ട് മൈ മാനേജർ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡ്രൈവിനോ ചായ കുടിക്കാനോ പോകാം എന്ന് ഏത് സെലിബ്രിറ്റി ആയിരിക്കും ഇവിടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവർക്ക് മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിക്ക് റിപ്ലൈ കൊടുക്കുന്നത്? ഏത് സെലിബ്രിറ്റി ആയിരിക്കും? രേണുസുതിയോടാ ചോദ്യം. രേണുസുതിയെ പോലുള്ള താഴെ തട്ടിക്കിടക്കുന്ന സെലിബ്രിറ്റി എന്നൊന്നും എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷൻ വഴി ഇങ്ങനെ മസാജ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നവർ ചിലപ്പോൾ പറയും. പിടികിട്ടിയോ? ഓക്കെ. പിന്നെ ആണോ ആണോ ഒന്നും എനിക്കറിയാൻ പാടില്ല ചേച്ചി. വേറെ വല്ലത്തിൻ്റെയൊക്കെ ചോദ്യങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങളങ്ങ് മിണ്ടാതെ എനിക്കറിയാൻ പാടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നും പറഞ്ഞങ്ങ് ഒഴിയും. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ രേണുചുതി. അതുകൊണ്ട് അത് വിട് രേണുചുതി, അത് വിട്. അടുത്തൊരു ക്ലിപ്പ്. അഭിലാഷേട്ടൻ മുടി വെട്ടേണ്ട കേസ് പൈസ കൊടുക്കോ? അതങ്ങനെ ഒരു പൊട്ടൻ, 40-40 വയസ്സുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്നും പറയാനില്ല അവനെ പറ്റിയൊക്കെ. എന്തോ പറയാനാ, എനിക്ക് ഒന്നും പറയാനില്ല അവനെ പറ്റിയൊക്കെ. ഇടക്കിടക്ക് ഒരു വീഡിയോ കൊണ്ട് വരും കറന്നുകൊണ്ട്. കരച്ചിലൊന്നുമല്ല, രേണുസുതിയെ വെച്ച് വേറെ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ, അത്രേ ഉള്ളൂ. അതിനെ നമുക്ക് അങ്ങനെ കാണാം, മനസ്സിലായോ? അതിനെ അങ്ങനെ കാണാം. രേണുസുതി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ താടിയും മുടിയും വെട്ടും. കുറെ എണ്ണം ഈ അടുത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. രേണുസുതി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയെ തലേന്ന് താഴത്തേക്ക് ഇറക്കി വെക്കും,
രേണുസുതി കമന്റ് ഇട്ടാൽ ഞാൻ രാവിലെ പല്ല് തേക്കും, രേണുസുതി കമന്റ് ഇട്ടാൽ ഞാൻ രാവിലെ വേണ്ട ഞാനൊന്നും പറയുന്നില്ല. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. എടേ ഇതിന് മാത്രം എന്താണ് ഈ സാധനത്തിനുള്ളത്? അതെനിക്ക് അറിയാൻ പാടില്ലാത്ത. ഇതിന് മാത്രം എന്താ? അഭിനയിക്കാൻ കഴിവുള്ളതിൻ്റെ പുറത്തുള്ള ആരാധനയാണെങ്കിൽ അത് മനസ്സിലാക്കാം, നല്ല സംസാരത്തിൻ്റെ പുറത്തുള്ള ഒരു ആരാധനയാണെങ്കിൽ അത് മനസ്സിലാക്കാം. ഇത് അതൊന്നുമില്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ത് കണ്ടിട്ടാ ഈ കുറേ എണ്ണം ഈ പുറകെ പോകുന്നതെന്ന്? അടുത്തൊരു വീഡിയോ കാണാം നമുക്ക്. പിന്നെ ഞാൻ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് പോകാൻ. സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ സഞ്ചരിക്കാൻ വാഗ്ദാനം നടപ്പിലാക്കട്ടെ അവര്. ഞങ്ങൾക്ക് സന്തോഷമല്ലേ, ഞങ്ങൾ ഇവിടുത്തെ സ്ത്രീകളല്ലേ. ഫ്രീ ആയിട്ട് ബസ് കിട്ടിയ ബസ്സിൽ പോവോ? പിന്നെ ഞാൻ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രീ ആയിട്ട് പോകാൻ. ഫ്രീ കിട്ടുന്നവർ തന്നെ നമുക്ക് പോകണമല്ലോ. അങ്ങനെ തന്നെ വേണം ചേച്ചി. ഫ്രീ എന്ന് എഴുതി എവിടെ എഴുതി കണ്ടാലും നേരെ ചെന്ന് കയറി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇല്ലേ? എന്നിട്ട് നാണമില്ലേ ഈ ഡയലോഗ് അടിക്കാൻ? എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മുടെ പുതിയ സർക്കാരിൻ്റെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്ത് കാര്യത്തിന്? ഞാനത് നേരത്തെ UDF രാഷ്ട്രീയപരമായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് ചോദിച്ചിരുന്നൊരു കാര്യമാണ്. എന്ത് കാര്യത്തിൽ സ്ത്രീകൾക്ക് എന്താ നമ്മുടെ നാട്ടിൽ അത്രയും വിലയില്ലേ? കഴിവില്ലേ ഒരു സ്ത്രീക്കും സ്വന്തമായിട്ട് ഒരു 20 രൂപ എടുത്ത് ബസ്സിൽ കയറി പോകാൻ? എന്താ കഴിവില്ലേ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒരു കഴിവും ഇല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ആൾക്കാരാണോ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത്? എടേ ഇവിടെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല കാശുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊന്നും ഇവിടെ ഒരുത്തൻ്റെ സൗജന്യത്തിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? പാവങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, പ്രായമായവരുണ്ട്. അവർക്ക് കൊടുക്ക് ഫ്രീ. അവിടെ ഈ ആണും പെണ്ണും വേറെ വ്യത്യാസമില്ലാതെ കൊടുക്ക്. ഒരു 50 വയസ്സ് കഴിഞ്ഞുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും സൗജന്യ യാത്ര അങ്ങനെ വേണം കൊടുക്കാൻ. മനസ്സിലായോ? അതിനോട് ഞാൻ യോജിക്കും. അതല്ലാതെ ഈ സ്ത്രീകൾക്ക് മാത്രം എന്താ, ഞങ്ങൾക്ക് എന്താ ഒരു വിലയില്ലേ? അല്ല, അത് മാറ്റി വെക്ക്. സോറി, രാഷ്ട്രീയത്തിലോട്ട് കയറിപ്പോയി. എന്താണെങ്കിലും എന്ത് ഫ്രീ കിട്ടിയാലും ചാടിക്കേറി. രേണുസുതി ഒരു നാണോ ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പറയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. ഒരു ചിന്തിക്കാനുള്ളൊരു ബോധം പോലും നിങ്ങൾക്ക് ഇല്ലാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നാശം. എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതലൊന്നും എന്തായാലും എനിക്കിനി ഈ ചേച്ചിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇവർ കാണിക്കുന്നതും തെണ്ടിത്തരം. ഇവരെ വെച്ചോണ്ട് ഈ ചില ആളുകൾ അവരുടെ പേഴ്സണൽ സ്പേസിൽ പോയിട്ട് അതിനോട് എനിക്കും താല്പര്യമില്ല. സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് കഥ പറയുന്നതും അവരുടെ തോന്നിവാസങ്ങൾ കിടന്ന് കറങ്ങുകയാണെങ്കിലും നമുക്ക് സംസാരിക്കാം. അതല്ലാതെ ചെന്ന് കയറുന്നതിനോട് എനിക്കെന്തോ വലിയ പരിധി കൂടുതൽ താല്പര്യമില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.